നിലവിലെ ലോകക്രമത്തിൽ ചൈനയും അമേരിക്കയും തമ്മിൽ നടക്കുന്ന യുദ്ധത്തിൽ ചൈനയ്ക്ക് ഒരു ചെറിയ മേൽക്കൈ കിട്ടി എന്നുള്ള തരത്തിലാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അമേരിക്ക കുത്തകയായി കൈവരിച്ചു വച്ചിരുന്ന AI എന്ന് പറയുന്ന സാങ്കേതിക വിദ്യയും അതിൻ്റെ ടെക്നോളജിയും അത് ബിസിനസ് രംഗത്ത് വരുത്തിയ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളും ഒരു തരത്തിൽ പറഞ്ഞാൽ ടെക്നോളജി രംഗത്തും AI രംഗത്തും ചൈനയേക്കാൾ ഒരുപിടി മുന്നിൽ അമേരിക്ക എത്തിച്ചിരുന്നു. പക്ഷേ അതിന് പിന്നിൽ അമേരിക്കയുടെ കറുത്ത കരങ്ങളാണെന്നും ചൈനയ്ക്ക് പല തരത്തിലുള്ള ടെക്നോളജികളും അതുപോലെ തന്നെ ചിപ്പുകളും കൊടുക്കാതെയാണ് എന്നുമുള്ള വാർത്തകളുണ്ടായിരുന്നു. ഇപ്പോഴിതാ ഇതിൻ്റെ ഒന്നും വലിയ ആവശ്യമില്ല എന്നും തങ്ങൾക്ക് വളരെ ചീപ്പായിട്ടും എളുപ്പത്തിലും അമേരിക്ക വളരെ സംഭവമെന്ന് കരുതുന്ന അവരുടെ കമ്പനികൾ ഉണ്ടാക്കിയ AI ചാറ്റ് ബോട്ടുകളെ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ഡീപ് സീക്കിലൂടെ തെളിയിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്കറിയാം ഗൂഗിൾ എന്ന ഭീമനുണ്ട്, ChatGPT ഇറക്കിയ OpenAI ഉണ്ട്, മൈക്രോസോഫ്റ്റ്, ആമസോൺ, ടെസ്ല, അങ്ങനെ പല കമ്പനികളും വലിയ തോതിൽ അമേരിക്ക അടിസ്ഥാനമാക്കി ലോകക്രമത്തിൽ ഇടപെടാൻ കഴിയുന്ന രീതിയിലേക്ക് സാങ്കേതിക വിദ്യ മുന്നേറ്റം നടത്തിയപ്പോൾ ഒരു ഘട്ടത്തിൽ NVIDIA എന്ന് പറയുന്ന കമ്പനി ഉണ്ടാക്കുന്ന അഡ്വാൻസ്ഡ് ചിപ്പുകൾ AI ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും പുതിയ വെർഷൻ ചൈനയ്ക്ക് കൊടുക്കാതെ പോലെ ഇരുന്നുകൊണ്ട് അമേരിക്ക അവരുടെ അപ്രമാദിത്യം മറ്റൊരു രീതിയിൽ നിലനിർത്താൻ ശ്രമിച്ചു. പക്ഷേ ഡീപ് സീക്ക് എന്ന് പറയുന്നത് സത്യത്തിൽ മുൻനിര കമ്പനികളായിട്ടുള്ള പലരെയും, അത് ChatGPT ആയാലും ജെമിനി ആയാലും ക്ലോഡ് ആയാലും പലതിനെയും മറികടന്നുകൊണ്ട് വളരെ വിജയകരമായ രീതിയിൽ നമ്മുടെ AI രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പെർഫോമൻസിൽ ഇവരെ മറികടന്നോ എന്നതിനേക്കാൾ എങ്ങനെയാണ് ഡീപ് സീക്ക് വിപണിയിലിറങ്ങി കളിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റിപ്പോർട്ടുകൾ പ്രകാരം NVIDIA എന്ന് പറയുന്ന ചിപ്പ് മാനുഫാക്ചറിന് ഏകദേശം $600 ബില്യൺ ഇടിവാണ് ഈ ഒരു ഡീപ് സീക്ക് ഇറങ്ങിയ 2025 ജനുവരി 2021 ശേഷം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ പേര് ആപ്പിളിൻ്റെ ആപ്പ് സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ഒന്നാമത്തെ ആപ്പായി പല സമയങ്ങളിലും ഡീപ് സീക്ക് മാറിയിട്ടുണ്ട്. സോ നിങ്ങൾ ഇതിനെക്കുറിച്ച് കുറേ കേട്ടിരിക്കും. പക്ഷേ ഒരു ഡെമോക്രാറ്റൈസേഷൻ അല്ലെങ്കിൽ AI സാങ്കേതിക വിദ്യ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതിന് വേണ്ടിയും അമേരിക്കയുടെ കുത്താവകാശം തകർക്കുന്നതിന് വേണ്ടിയും ചൈന ചെയ്ത എന്ത് മാജിക്കാണ് ഡീപ് സീക്കിലുള്ളതെന്നും അതിൻ്റെ പ്രത്യേകത എന്താണ് എന്നും നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഇന്നത്തെ എപ്പിസോഡിൽ നിന്ന് മനസ്സിലാവും. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പല ചാറ്റ് ബോട്ടുകളുടെയും ഫ്രീ വെർഷന് നല്ല ലിമിറ്റേഷൻ ഉണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾ ChatGPT ഉപയോഗിച്ചിട്ടുണ്ടാവും. പക്ഷേ ChatGPTയുടെ പ്രീമിയം എത്ര പേര് ഉപയോഗിച്ചിട്ടുണ്ട്? അതിൽ കിട്ടുന്ന സർവീസുകളും നമ്മൾ എന്തെങ്കിലും ഇൻപുട്ട് കൊടുക്കുമ്പോൾ ആ കൊടുക്കാവുന്ന ഇൻപുട്ടുകളുടെ വലിപ്പവും അത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം ഓർമ്മിച്ച് വയ്ക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വളരെ പ്രാധാന്യമുള്ളതാണ്. ഒരു AI ചാറ്റ് ബോട്ട് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് സംസാരിക്കുമ്പോൾ എങ്ങനെയാണോ ഇൻട്രാക്ട് ചെയ്യുന്നത് അതിൻ്റെ ടെക്സ്ച്വൽ രൂപം നമുക്ക് പ്രദാനം ചെയ്യുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ ഒരു സാധാരണ കമ്പനിക്കോ ഒരു കോടീശ്വരന് ഒറ്റയ്ക്കോ പോലും ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഒരു കൂട്ടായ പ്രയത്നവും അതിനനുസരിച്ചുള്ള സംവിധാനങ്ങളും വേണം എന്നൊരു പ്രതീതി AI മേഖലയിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അത്തരത്തിൽ നോക്കുന്ന സമയത്താണ് സത്യത്തിൽ ചൈനയുടെ കയ്യിലേക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാങ്കേതിക വിദ്യ പോയി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ആ മേഖലയിലെങ്കിലും അമേരിക്കയ്ക്കുള്ള അപ്രമാദിത്യം നഷ്ടപ്പെടും എന്ന് ഭയപ്പെട്ടുകൊണ്ട് NVIDIA ഉണ്ടാക്കുന്ന പുത്തനായിട്ടുള്ള ടോപ്പ് നോച്ച് ചിപ്പുകളെ ചൈനയിലേക്ക് കയറ്റി അയക്കാതിരിക്കാൻ ഒരു ബോധപൂർവമുള്ള കളി നടക്കുകയും AI സാങ്കേതിക വിദ്യ ചൈനക്കാർ പഠിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു മതിൽ തന്നെ ഇൻവിസിബിളി അമേരിക്ക കെട്ടുകയും ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2022 ശേഷമുള്ള NVIDIAയുടെ ഹൈ എൻഡ് ചിപ്പുകളൊന്നും ടെക്നിക്കലി നേരിട്ട് ചൈനയ്ക്ക് കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ സത്യത്തിൽ AI സാങ്കേതിക വിദ്യയുടെ മേഖലയിൽ ചൈന എന്നേക്കുമായി അമേരിക്കയുടെ പിന്നിലായിരിക്കുമെന്നും അതിലൂടെ ചൈനയുടെ വികാസത്തെയും അവരുടെ എക്കണോമിക്കൽ എക്സ്പാൻഷനെയും തകർക്കാൻ കഴിയുമെന്നും ഒക്കെ തന്നെയാണ് അമേരിക്കൻ ഭരണകൂടവും യൂറോപ്പും ഒക്കെ തന്നെ ചിന്തിച്ചത്. ടെക്നിക്കലി ചൈന എന്ന് പറയുന്നത് നമ്മുടെ ഒരു അതിർത്തി രാജ്യമാണെന്നും പലതരത്തിലും നമ്മളുമായിട്ട് ഡിഫറൻസും അതിർത്തി പ്രശ്നങ്ങളും ഇൻട്രസ്റ്റിൻ്റെ ഇഷ്യൂസും ഒക്കെ ഉണ്ട്, മത്സരവും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും ചൈന പണ്ടത്തെ രീതിയിൽ സോവിയറ്റ് യൂണിയൻ എങ്ങനെയാണോ അമേരിക്കയെ വെല്ലുവിളിച്ചത് അതിൻ്റെ മറ്റൊരു വെർഷനായി ഉയർന്നു വരികയാണെന്ന് ഞാൻ വ്യക്തമായി പറയാം. നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ എന്ന് പറയുന്ന പോലെയാണ് ചൈനയിൽ സംഭവിക്കുന്നത്. ഹൈ എൻഡ് NVIDIAയുടെ ചിപ്പുകളാണ് AI ചാറ്റ് ബോട്ടുകളെ ട്രെയിൻ ചെയ്യാൻ ആവശ്യമുള്ളത് എന്നിരിക്കെ ഏകദേശം 2022 മുമ്പ് ചൈനയിൽ എത്തിയ 1000-ഓളം A100 സീരീസിൽപ്പെട്ട കുറഞ്ഞ, ഇപ്പോഴത്തെ വെച്ച് നോക്കിയാൽ കുറഞ്ഞ NVIDIA ചിപ്പുകളുടെ സഹായത്തോടു കൂടി 2 മാസത്തിലധികം സമയം മാത്രം എടുത്തുകൊണ്ടാണ് ഡീപ് സീക്ക് എന്ന് പറയുന്ന പുതിയ ചാറ്റ് ബോട്ടിനെ ചൈന പുറത്തേക്ക് വിടുന്നത്. അവരുടെ വെർഷൻ R1 എന്ന് പറയുന്ന ഒരു സീരീസാണ് സത്യത്തിൽ അല്ലെങ്കിൽ അക്ഷരാർത്ഥത്തിൽ ടെക് ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുന്നത്. ഇപ്പോൾ അച്ചീവ് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ChatGPTയുടെ 4.0-യും 0.1-ഉം ഒക്കെ തന്നെ
അച്ചീവ് ചെയ്യുന്നുണ്ട് എങ്കിലും 50 കോടി രൂപയ്ക്ക് ChatGPT വെല്ലുവിളിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് DeepSeek R1 ചൈന മുന്നോട്ട് വച്ചിരിക്കുന്നത്. 850 കോടി രൂപ എവിടെ കിടക്കുന്നു? 50 കോടി രൂപ എവിടെ കിടക്കുന്നു? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ മലർത്തിയടി. ചൈനയുടെ അപ്രമാദിത്യം കാണിക്കുന്ന രീതിയിൽ ലിയാങ് വെൻഫെങ് എന്ന് പറയുന്ന ഒരു 40-കാരനായ വ്യവസായി ഹൈഫ്ലയർ എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തതിൽ നിന്നാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി DeepSeek ഉണ്ടാക്കുന്നത്. സത്യത്തിൽ ഇതിൻ്റെ ചെലവിൻ്റെ കാര്യം മാത്രമല്ല, അല്ലെങ്കിൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ചിപ്പുകളുടെ ലാളിത്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോസസ്സിംഗ് പവർ കമ്പാരിറ്റീവ്ലി കുറവാണ് എന്നത് മാത്രമല്ല, ഇത് ലോക്കലി ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുന്ന ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള AI സാങ്കേതിക വിദ്യയാണ്. ഇതിൽ പല ആളുകൾക്കും സംശയമുണ്ട്, ഈ പറയുന്ന ഓപ്പൺ സോഴ്സ് എന്നൊക്കെ പറയുന്നത് എന്താണ് എന്നുള്ളത്. സിമ്പിളായിട്ട് പറഞ്ഞുതരാം, നമ്മുടെ വിൻഡോസ് ലിനക്സും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ ആൻഡ്രോയിഡും വിൻഡോസും തമ്മിലുള്ള വ്യത്യാസം പോലെയാണ്. അതായത് നമ്മളൊരു സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ഒരു ടെക്നോളജിക്കൽ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ സോഴ്സ് കോഡും ഉണ്ടാക്കുന്ന രീതിയും അതിൻ്റെ തെറ്റുകളും ഒക്കെ തന്നെ മറ്റുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ സാധാരണക്കാർക്ക് മനസ്സിലാക്കാനും അവർക്ക് അതിൻ്റെ ചേഞ്ചുകൾ മനസ്സിലാക്കാനും സ്വയം ചേഞ്ച് ചെയ്യാനും സാധിച്ചാൽ എങ്ങനെയിരിക്കും? വിക്കിപീഡിയ അത്തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. എന്നാൽ ഈ ഒരു DeepSeekൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവരെങ്ങനെയാണ് ഈ AI മോഡലിനെ ട്രെയിൻ ചെയ്യിച്ചതെന്നും അതിനകത്തുള്ള പാരാമീറ്ററുകൾ, ടോക്കണുകൾ, അതിലുപയോഗിച്ചിരിക്കുന്ന സാങ്കേതിക വിദ്യ, അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ആളുകൾക്ക് ഫ്രീ ആണ്. അവർക്കതിൽ ചേഞ്ചുകൾ വരുത്താനും സ്വന്തം ആപ്ലിക്കേഷനകത്ത് ഉപയോഗിക്കാനും സാധിക്കും എന്നുള്ള തരത്തിലാണ് നിലവിൽ അത് അവതരിപ്പിച്ചിരിക്കുന്നത്. സത്യത്തിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. ഇവർ കൃത്യമായ രീതിയിൽ ഒന്നും ഡിക്ലെയർ ചെയ്തിട്ടില്ല എങ്കിലും ഏറെക്കുറെ സ്പെക്കുലേഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇത് ഉപയോഗിക്കുന്നതിൽ നിന്നുമൊക്കെ തന്നെ പറയാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓപ്പൺ സോഴ്സായി മാറുന്ന സമയത്തുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് പ്രോസസ്സ് ചെയ്യാൻ ട്രില്യൺ കണക്കിന് ഗ്രാഫിക്സ് കാർഡുകൾ ഇങ്ങനെ അടുക്കി വെച്ച്, അല്ലെങ്കിൽ അതിനകത്ത് കൃത്യമായി ഇങ്ങനെ 24 മണിക്കൂറും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഗ്രാഫിക്സ് കാർഡുകളുടെ ആവശ്യത്തിന് പകരം അത്യാവശ്യം നല്ല രീതിയിൽ പവറുള്ള ഒരു ഗെയിമിംഗ് PC നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അവർ ഇറക്കിയിരിക്കുന്ന വ്യത്യസ്ത പാരാമീറ്ററുകൾ ഉപയോഗിക്കുന്ന വെർഷനുകളെ ലോക്കലി LM സ്റ്റുഡിയോ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലൂടെയും ഹഗ്ഗിങ് ഫേസിലൂടെയും ഒക്കെ തന്നെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും. അതൊക്കെ റെപ്പോസിറ്ററികളാണ്. അതായത് ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ അങ്ങനെയൊന്നും ആലോചിക്കേണ്ട. നിങ്ങൾക്ക് സിമ്പിളി യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഹൗ ടു ഇൻസ്റ്റാൾ DeepSeek ലോക്കലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ചെറിയ ചെറിയ വീഡിയോസുകൾ വരും. അധികം വലിപ്പമൊന്നുമില്ല. അത് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിനകത്തുള്ള പ്രോസസ്സറിൻ്റെ സഹായത്തോടു കൂടിയും നമ്മുടെ VRAM ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് DeepSeekന് നമ്മുടേതായ ഒരു വെർഷൻ ഉണ്ടാക്കിയെടുക്കാനും ഈവൻ നമ്മൾ ഇൻ്റർനെറ്റിൽ കണക്ട് ചെയ്യാതിരിക്കുമ്പോൾ പോലും കൃത്യമായ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന പാരാമീറ്റർ സൈസ് അനുസരിച്ചുള്ള ഈ DeepSeekന് പ്രവർത്തിക്കാനും കഴിയും. ടെക്നിക്കലി ഇതാണ് NVIDIA ഞെട്ടിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് NVIDIA ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്നത് AIയുടെ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് തങ്ങളുടെ ചിപ്പുകളാണ് എന്നും ഇതിനപ്പുറത്തേക്ക് ഒരു കമ്പനിക്കും എത്താൻ കഴിയില്ല എന്നും തങ്ങളിറക്കുന്ന ഓരോ ചിപ്പുകളും OpenAI പോലെയുള്ള കമ്പനികൾ കാത്തിരുന്ന് വാങ്ങിക്കൂട്ടും എന്നുമാണ് ഇവരിങ്ങനെ പൊക്കി വെച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുകയും അത് ഒരുപാട് പേര് നിങ്ങൾ കാണുകയും ചെയ്തിട്ടുണ്ട്. സോ അവരുടെ ഏറ്റവും പുതിയ സീരീസിൽപ്പെട്ട 50 സീരീസ് NVIDIAയുടെ GeForce RTX ചിപ്പുകളുടെ പ്രത്യേകത തന്നെ അത് AIയുടെ സഹായത്തോടു കൂടി ഫ്രെയിമുകൾ റീക്രിയേറ്റ് ചെയ്യുമെന്നും ഇതുപോലെയുള്ള ചാറ്റ് ബോട്ട് രംഗത്തിൻ്റെ വേഗത ഫാസ്റ്റ് ആക്കും എന്നുള്ളതായിരുന്നു. അപ്പോൾ ഓരോ സെക്കൻഡിലും എത്രത്തോളം ടോക്കണുകൾ ഹാൻഡിൽ ചെയ്യാൻ കഴിയും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ AI ചാറ്റ് ബോട്ടുകളുടെ വേഗത പറയുന്നത്. ഹൈ എൻഡ് ആയിട്ടുള്ള ഗ്രാഫിക്സ് കാർഡുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അതിന് ഡാറ്റ പെട്ടെന്ന് പ്രോസസ്സ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഇവിടെ NVIDIAയുടെ പഴയ മോഡലുകൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ വ്യക്തമായ രീതിയിൽ ചൈന ആധിപത്യം പുലർത്താൻ കഴിയും എന്ന് തെളിയിച്ചതിലൂടെ എന്തിനി ഒരു പുതിയ ചിപ്പിന് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് കരുതിയായിരിക്കണം അമേരിക്കൻ ഇൻവെസ്റ്റ്മെൻറ്റ് മാർക്കറ്റിൽ NVIDIAയുടെ തുക ഏകദേശം 600 ബില്യണിലധികം കുറഞ്ഞ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ലോസ് ഉണ്ടായത്. ഇതൊരു സ്പുട്നിക് മൊമെൻ്റ് പോലെയാണ്. അതായത് പണ്ട് സോവിയറ്റ് യൂണിയൻ അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ട് സ്പുട്നിക് വിക്ഷേപിച്ച സമയത്ത് അമേരിക്കൻ ജനതയുടെ മുകളിൽ ഒരു പരിഭ്രാന്തി ഉണ്ടാവുകയും അവിടുത്തെ വ്യവസായികളും രാഷ്ട്രീയക്കാരും ഒക്കെ ഞെട്ടുകയും ചെയ്തു. അവരുടെ തലയ്ക്ക് മുന്നിലൂടെ സോവിയറ്റ് യൂണിയൻ്റെ സ്പുട്നിക് എന്ന് പറയുന്ന ലളിതമായ പേടകം റേഡിയോ സിഗ്നലുകൾ പുറത്തുവിട്ടുകൊണ്ട് ഇങ്ങനെ കറങ്ങുന്നത് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി തങ്ങളുടെ ടെക്നോളജിക്കൽ അപ്രമാദിത്വത്തെ വെല്ലുവിളിക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു എതിരാളി ഉയർന്നു വന്നിരിക്കുന്നു. തങ്ങൾ ഇനിയും ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ വലിയ അമേരിക്കൻ അപ്രമാദിത്വം ഇല്ലാതാകുമെന്ന് ഭയപ്പെട്ടതിനെയാണ് സത്യത്തിൽ സ്പുട്നിക് മൊമെൻ്റ് എന്ന് വിളിക്കുന്നത്. ടെക്നോളജിക്കൽ രംഗത്തെ ഒരു സ്പുട്നിക് മൊമെൻ്റ് എന്ന് DeepSeekന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണവും മുകളിൽ പറഞ്ഞവയാണ്. അമേരിക്കയുടെ ഉപരോധമുണ്ടായിരുന്നു, ടെക്നോളജി റെസ്ട്രിക്റ്റ് ചെയ്തു വച്ചിരുന്നു, മാത്രമല്ല വലിയ തോതിലുള്ള കുത്തകകൾ പണമുണ്ടാക്കുന്നത് ഉദ്ദേശിച്ച് മാത്രം ഇറക്കിയ ChatGPT പോലെയുള്ള ചാറ്റ് ബോട്ടുകൾക്ക് പകരം സാധാരണക്കാർക്ക് ഈ പറയുന്ന AI മേഖലയിലേക്ക് റിസർച്ച് നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ളൊരു സംവിധാനമായി DeepSeek മാറി.
വലിയ കുത്തകളുടെ കയ്യിൽ മാത്രമേ സെർവറുകളും അതിൻ്റെ APIകളും ലഭ്യമാകുമായിരുന്നുള്ളൂ എന്നുള്ളതുകൊണ്ട് പല ആളുകളും AI രംഗത്തേക്ക് റിസർച്ച് ചെയ്യാൻ ഇറങ്ങിയതിന് ശേഷം അത് ഉപേക്ഷിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ സോഴ്സ് കോഡോ ഇത് പഠിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാങ്കേതിക വിദ്യയൊന്നും പബ്ലിക്കിന് അവൈലബിൾ അല്ല. എല്ലാം പണക്കാർ കൈയടക്കി വെച്ചിരിക്കുന്നു, ചേഞ്ചുകൾ വരുത്തുന്നു, പൈസ തരുന്നവർക്ക് ആവശ്യത്തിന് കൊടുക്കുന്നു, കണ്ണിപ്പൊടിയിടാൻ കുറച്ച് ഫ്രീ കൊടുക്കുന്നു. എന്നാൽ DeepSeek വന്നതോടുകൂടി DeepSeekൻ്റെ പ്രവർത്തന രീതി പഠിക്കാനും അതിനെ ഇമ്പ്രൂവ് ചെയ്യാനും അത് വിപണിയിൽ കോമ്പീറ്റ് ചെയ്യുന്ന ഒന്നാക്കി മാറ്റാനും നല്ല രീതിയിലുള്ള ചേഞ്ചുകൾ ഉണ്ടാക്കാനും ഒക്കെ തന്നെ ഇനി ഇതുമായി ബന്ധപ്പെട്ട് റിസർച്ച് ചെയ്യുന്നവർക്ക് സാധിക്കും എന്നൊരു പ്രത്യേകതയാണ് അവിടെ നിലനിൽക്കുന്നത്. സത്യത്തിൽ അമേരിക്കൻ മാർക്കറ്റിൽ ഇത് വലിയ അടിയാണ് ഉണ്ടാക്കിയതെങ്കിലും ഇനിയും കോമ്പീറ്റ് ചെയ്യുന്ന പുതിയ വെർഷനുകൾ ഇറക്കുന്നതിനുള്ള ഒരു മത്സരമായിട്ടാണ് ആക്ച്വലി നമുക്കിതിനെ കാണാൻ കഴിയുക. അമേരിക്ക തകർന്നടിഞ്ഞോ അല്ലെങ്കിൽ ചൈന അപ്രമാദത്തെ നേടിയോ എന്ന് ചോദിച്ചാൽ ടെമ്പററി ആയിട്ടുള്ള ഒരു ഓവർ ഹൈപ്പ് എന്തായാലും ചൈനയുടെ ഈ ഒരു DeepSeek എന്ന് പറയുന്ന വെർഷനുണ്ട്. അപ്പോൾ അമേരിക്കൻ വെർഷനുകൾ ഇനിയും ഇമ്പ്രൂവ് ചെയ്യും എന്ന് മാത്രമല്ല NVIDIAക്ക് ഈ അടിയെന്ന് പറയുന്നത് വളരെ വലിയ അടിയൊന്നുമല്ല, ഇത് തകർന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ സ്റ്റിൽ ഇനിയും AI സാങ്കേതിക വിദ്യ പ്രവർത്തിക്കാൻ ചിപ്പുകൾ ആവശ്യമുണ്ട്. പക്ഷേ ഈ പറയുന്ന ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണെന്നുള്ള പ്രതീതി എത്രത്തോളം വാസ്തവമാണ് എന്നുള്ളതാണ് ചോദ്യം. കാരണം ഞങ്ങളുടെ ശക്തമായ ചിപ്പുകളും വലിയ ഇൻഫ്രാസ്ട്രക്ചറുകളും അതിബുദ്ധിമാന്മാരായ ആളുകളും ഒരുപാട് സമയവും ഉണ്ടെങ്കിൽ മാത്രമേ വലിയ വലിയ AI മോഡലുകൾ ഉണ്ടാക്കാൻ കഴിയൂ എന്നും കാര്യങ്ങൾ ചെയ്യാൻ കഴിയൂ എന്ന് പറയുമ്പോൾ DeepSeekൻ്റെ ബെഞ്ച് മാർക്ക് പെർഫോമൻസ് നോക്കിയാൽ അത് എത്തിക്സ്, അതുപോലെ തന്നെ മാത്സ് പ്രോബ്ലങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ്, ഡാറ്റ അനാലിസിസ്, അങ്ങനെ പല കാര്യങ്ങളും നോക്കിയാൽ ചെറിയ ചെറിയ പെർസെൻറ്റേജിൻ്റെ വേരിയേഷൻ മാത്രമേ പ്രമുഖരായിട്ടുള്ള ചാറ്റ് ബോട്ടുകളെ അപേക്ഷിച്ച് ഓപ്പൺ സോഴ്സ് ആയിട്ട് ലഭിക്കുന്ന DeepSeekന് വരുന്നുള്ളൂ. ബൈദുവിൻ്റെയും അതുപോലെ തന്നെ ആലിബാബയുടെയും പലതരത്തിലുള്ള AI മോഡലുകൾ മുമ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചൈന ആദ്യമായിട്ടല്ല ഈ മേഖലയിൽ പരീക്ഷിക്കുന്നത്. പക്ഷേ വിദേശ വിപണികൾ, ചൈനയ്ക്ക് പുറത്തുള്ള മേഖലകളെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിൽ ഇന്ത്യയിൽ പോലും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു ചാറ്റ് ബോട്ട് ഉണ്ടാക്കിയെടുക്കാൻ ചൈനയിലുള്ള ചെറിയ ഒരു നമുക്ക് എടുത്തു പറയാൻ പറ്റാത്തൊരു സ്റ്റാർട്ടപ്പ് കമ്പനിക്ക് സാധിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ മുകളിൽ ഇനി നടക്കാൻ പോകുന്ന വർക്കും ഭാവിയിൽ വരാനിരിക്കുന്ന കോമ്പറ്റീഷനും നമ്മളെ ഞെട്ടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരുപക്ഷെ ഇത് കൂടുതൽ AI രംഗത്തെ ഡെമോക്രാറ്റൈസ് ചെയ്യുന്നതിന് ഉള്ള ഒരു മാർഗ്ഗമായി മാറുകയും കൂടുതൽ കമ്പനികൾ ഇതിനകത്തേക്ക് കടന്നു വരാനും അതുപോലെ തന്നെ ടെക്നോളജി കൂടുതൽ ഇമ്പ്രൂവ് ആവാനും ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ക്യാൻസർ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ പാർക്കിൻസൺ രോഗം, അൾഷിമേഴ്സ് തുടങ്ങിയ അസുഖങ്ങൾക്കും അതുപോലെ തന്നെ മറ്റ് അസുഖങ്ങൾക്കും കൃത്യമായി മരുന്ന് കണ്ടെത്താനും മെഡിക്കൽ സയൻസിനെ ഇമ്പ്രൂവ് ചെയ്യാനും കഴിയുന്ന ഒരു മേഖലയിലേക്ക് ഇതിനെ കാര്യമായി ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ എന്ത് സുന്ദരമായിരിക്കും. മാത്രമല്ല ക്വാണ്ടം കമ്പ്യൂട്ടറുകളുടെ മേഖലയിലും പല കമ്പനികളും മത്സരിക്കുന്നുണ്ട്. അതും AI കൂടെ ചേരുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ രസകരമായി മാറുമെന്ന കാര്യം ഉറപ്പാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ മൊബൈലുകളിൽ AI സാങ്കേതിക വിദ്യയുണ്ട്. ഓപ്പൺ സോഴ്സ് AI കൂടെ കിട്ടുകയാണെങ്കിൽ വേറെ ലെവലാവും എന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ നിന്നും DeepSeekനെ കുറിച്ചും അത് അമേരിക്കയ്ക്ക് മുകളിൽ ഉയർത്തിയ വെല്ലുവിളിയെക്കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾ സംശയങ്ങൾ ചോദിക്കുക, ഇതിനപ്പുറം വിവരങ്ങൾ നിങ്ങൾക്ക് പുറമേ നിന്ന് കിട്ടും. പക്ഷേ നമ്മുടെ സെക്കൻഡ് ചാനലായിട്ടുള്ള ജിതിൻ രാജിൽ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ന്യൂസുകളെക്കുറിച്ചും അത്തരത്തിലുള്ള പ്രമുഖ കമ്പനികളുടെ വാർത്തയെക്കുറിച്ചും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അനാലിസിസ് ചെയ്യുന്നുണ്ട്. സോ അങ്ങോട്ട് കൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരിക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. സോ അതൊക്കെ ശ്രദ്ധിക്കുക. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.